നമസ്കാരം. കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളുടെയും പ്രസിഡന്റുമാർ തങ്ങളുടെ ഭരണകാലയളവിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും ഭാവി പദ്ധതികളും കേരള വിഷൻ ന്യൂസ് അവതരിപ്പിക്കുന്ന എന്റെ പഞ്ചായത്തിലൂടെ പങ്കുവയ്ക്കുകയാണ്. ഇന്നത്തെ അതിഥികളായി നമ്മളോടൊപ്പമുള്ളത് മലപ്പുറം ജില്ലയിലെ തിരുവാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമൻകുട്ടി. എന്റെ പഞ്ചായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റെ പഞ്ചായത്ത് ഇന്ന് ആദ്യം പോകുന്നത് മലപ്പുറം ജില്ലയിലെ തിരുവാലി ഗ്രാമപഞ്ചായത്തിന്റെ വിശേഷങ്ങളിലേക്കാണ്. മാലിന്യമുക്ത പഞ്ചായത്ത് എന്നത് പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുങ്ങാതെ അതിനായ ശ്രാന്തം ഇപ്പോഴും പ്രവർത്തിക്കുന്ന ഒരു പഞ്ചായത്താണ് തിരുവാലി ഗ്രാമപഞ്ചായത്ത്. ഈ വികസന പ്രവർത്തനങ്ങൾ പങ്കുവയ്ക്കാൻ പ്രസിഡന്റ് കെ രാമൻകുട്ടിയാണ് നമ്മളോടൊപ്പമുള്ളത്. നമസ്കാരം ശ്രീ രാമൻകുട്ടി. നമസ്കാരം. കേരള സർക്കാർ 2022-2023 ആരംഭിച്ച സംരംഭക വർഷം മലപ്പുറം ജില്ലയിൽ മികവിനുള്ള അവാർഡ് തിരുവാലി ഗ്രാമപഞ്ചായത്തിനാണ് ലഭിച്ചിരിക്കുന്നത്. പഞ്ചായത്തിലെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിരവധി അംഗീകാരങ്ങളും പുരസ്കാരങ്ങളുമാണ് പഞ്ചായത്ത് സ്വന്തമാക്കിയിരിക്കുന്നത്. ഈ ഭരണകാലയളവിനെ എങ്ങനെയാണ് വിലയിരുത്താനാവുക? കഴിഞ്ഞ 4.5 വർഷക്കാലം കൊണ്ട് ഒട്ടേറെ പേർക്ക് തൊഴിൽ നൽകാൻ തിരുവാലി ഗ്രാമപഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട്. സർക്കാർ ആരംഭിച്ച സംരംഭ വർഷത്തിൽ സർക്കാർ ടാർഗറ്റ് നൽകിയതിലപ്പുറത്തേക്ക് സംരംഭങ്ങൾ ആരംഭിച്ചുകൊണ്ട് മലപ്പുറം ജില്ലയിലെ തന്നെ ഏറ്റവും മികച്ച പഞ്ചായത്തായി അവാർഡുകൾ വാങ്ങാനും മന്ത്രി രാജീവിൽ നിന്ന് അനുമോദനങ്ങളും കൈപ്പറ്റാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മാലിന്യ സംസ്കരണ രംഗത്ത് കഴിഞ്ഞ 5 വർഷക്കാലം മുൻപ് ആരംഭിച്ച പദ്ധതിയുടെ ഭാഗമായിട്ട് അജൈവ മാലിന്യ സംസ്കരണത്തിന് 2500 സ്ക്വയർ ഫീറ്റിലധികം വരുന്ന സ്വന്തമായ MCF-ഉം അതുപോലെ തന്നെ വാർഡുകളിൽ മിനി MCF-കളും അതുപോലെ തന്നെ ബോട്ടിൽ ബൂത്തുകളും സ്ഥാപിച്ചുകൊണ്ട് ഈ രംഗത്ത് ഒട്ടേറെ തെളിമയാർന്ന പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും സമ്പൂർണ്ണ മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിക്കാനും ഞങ്ങൾ കഴിഞ്ഞു. മറ്റൊന്ന്, കാർഷിക മേഖലയ്ക്ക് മുന്തിയ പരിഗണനയാണ് ഞങ്ങൾ നൽകുന്നത്. നെൽകൃഷിക്ക് നല്ല പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് മുന്നേറ്റം കുറിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഫലവൃക്ഷ തൈകൾ നൽകുന്നതിൽ വാർഷിക പദ്ധതിയിൽ തുക വകയിരുത്തുകയും 2 വർഷം മുമ്പ് മുറ്റത്തൊരു പ്രാവ് എന്ന് പറയുന്ന പദ്ധതി ആരംഭിച്ച് തൊഴിലുറപ്പിന്റെ സഹകരണത്തോടുകൂടി ഒരു വാർഡിനകത്ത് 300 വീതം തൈകൾ നട്ടുകൊടുത്തുകൊണ്ടാണ് ഞങ്ങൾ ആ പദ്ധതി ആവിഷ്കരിച്ചത്. അതിന്റെ ഭാഗമായി വെച്ചുപിടിപ്പിച്ച പ്ലാവിൽ ഇപ്പോ ചക്ക ഉണ്ടാകുന്ന സ്ഥിതിയുണ്ട്. കഴിഞ്ഞ വർഷം മാവ് തൈകൾ നൽകിക്കൊണ്ടുള്ള പദ്ധതികൾ ഞങ്ങൾ നടപ്പിലാക്കി. മറ്റൊന്ന്, ആരോഗ്യ രംഗം 4 തരത്തിലുള്ള ചികിത്സാ രീതികൾ ഉള്ള ഒരു പഞ്ചായത്താണ് ഞങ്ങളുടേത്. അലോപ്പതി, ആയുർവേദം, ഹോമിയോ, യുനാനി എന്നീ 4 സംരംഭങ്ങളുമുണ്ട്. താലൂക്കിലെ തന്നെ കിടത്തി ചികിത്സയുള്ള ഏക ആയുർവേദ ആശുപത്രി തിരുവാലിയാണ്. FHC ഘട്ടം ഘട്ടമായി ഉയർന്ന് ബ്ലോക്ക് FHC ആയി ഉയർത്തിയിട്ടുണ്ട്. പ്രതിരോധ കുത്തിവയ്പ്പ് രംഗത്ത് 98% പേർക്കും പ്രതിരോധ കുത്തിവയ്പ്പ് നൽകുന്നതിന് കഴിഞ്ഞിട്ടുണ്ട്. എക്കാലത്തും സംസ്ഥാനത്തെ തന്നെ മികച്ച പഞ്ചായത്തുകളിൽ ഒന്നാണ് പ്രതിരോധ കുത്തിവയ്പ്പ് എടുക്കുന്ന കാര്യത്തിൽ തിരുവാലി ഗ്രാമപഞ്ചായത്ത്. ആരോഗ്യ വകുപ്പിന്റെ ആത്മാർത്ഥമായ ആരോഗ്യ രംഗത്താണെങ്കിലും കാർഷിക മേഖലയിലാണെങ്കിലും തന്നെ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. അതിനോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് ഈ ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിരവധിയായിട്ടുള്ള വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിക്കാൻ പഞ്ചായത്തിനായി എന്നുള്ളത് തന്നെയാണ്. ലൈഫ് 2020 ലിസ്റ്റിൽ ഉൾപ്പെട്ട 320 കുടുംബങ്ങൾക്കും വീടുകൾ നൽകാൻ കഴിഞ്ഞു എന്ന് മാത്രമല്ല, അതിനു മുൻപുള്ള SC അഡീഷണൽ ലിസ്റ്റിലെ 186 പേർക്കും PMAY ലിസ്റ്റിൽ നിന്നും 30 പേർക്കും ഉൾപ്പെടെ 500-ൽ പരം വീടുകൾ നൽകി കഴിഞ്ഞു. പുതുതായി 77 പേർക്ക് എഗ്രിമെന്റ് വെച്ച് കഴിഞ്ഞു. സെൽഫ് സർവേയുടെ ഭാഗമായി 497 പേർ സർവേ കഴിഞ്ഞ് അപേക്ഷ നൽകി കാത്തിരിക്കുകയാണ്. ഈ രംഗത്ത് വീടില്ലാത്ത മുഴുവൻ ആളുകൾക്കും വീടുകൾ നൽകുക എന്ന ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിനാണ് ഞങ്ങൾ മുന്തിയ പരിഗണന നൽകുന്നത്. കാർഷിക മേഖലയിൽ കൃഷി നശിപ്പിക്കുന്ന കാട്ടുപന്നി കൃഷിക്കും മനുഷ്യനും വിപത്തായി മാറിയ കാട്ടുപന്നികളെ ഉന്മൂലനം ചെയ്യുന്നതിനും അവയുടെ കൃഷി നശിപ്പിക്കുന്നതിൽ നിന്ന് ഒഴിവാക്കുന്നതിനും കർഷകരെ സംരക്ഷിക്കുന്നതിന് സൗരോർജ്ജ വേലി നൽകിക്കൊണ്ടുള്ള പദ്ധതികൾ ഞങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, തെരുവ് പട്ടികളുടെ ആക്രമണമാണ് വലിയ പ്രയാസമായി നേരിടുന്നത്. ഈ പ്രതിസന്ധി പരിഹരിക്കാൻ ABC സെന്ററുകൾ ആരംഭിക്കാൻ കഴിയാത്ത സാഹചര്യം ഉള്ളതുകൊണ്ട് നിലവിലുള്ള തെരുവ് പട്ടികളെ മുഴുവനായും പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുത്തുകൊണ്ട് വിഷബാധയ്ക്കെതിരെ പ്രതിരോധ കുത്തിവയ്പ്പ് എടുക്കാൻ എല്ലാ വർഷവും ഞങ്ങൾക്ക് കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഉള്ളത്. ഇനി ഞങ്ങൾ നേരിടുന്ന വലിയ പ്രശ്നം, സ്കൂളുകൾ ആരംഭിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള തെരുവ് പട്ടികൾ നമ്മുടെ കുട്ടികളെ ഉൾപ്പെടെ ആക്രമിക്കാൻ സാധ്യതയുണ്ട്. അതിനെ ഉന്മൂലനം ചെയ്യാനുള്ള പദ്ധതികൾ കൊണ്ടുവരാൻ ഇപ്പോൾ കാട്ടുപന്നികളെ കൃഷിക്കും ജീവനും
നാശം വരുന്ന കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലുന്നതിന് സർക്കാർ ഇറക്കിയ ഉത്തരവ് പോലെ തന്നെ ഇത്തരത്തിൽ അക്രമകാരികളായ തെരുവ് പട്ടികളെ നശിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള കൃത്യമായ ഉത്തരവുകൾ ഉണ്ടാക്കണമെന്നാണ് പറയാനുള്ളത്. ജൈവ മാലിന്യ സംസ്കരണ രംഗത്ത് തുമ്പൂർ മൊഴി മോഡൽ സംസ്കരണ യൂണിറ്റ് ഞങ്ങളുടെ പഞ്ചായത്തിൽ ആരംഭിച്ചു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ വീടുകളിൽ വെക്കുന്ന ബിന്നുകൾ എല്ലാ വീടുകളിലും ജൈവ മാലിന്യ സംസ്കരണത്തിനുള്ള ബിന്നുകൾ നൽകിക്കൊണ്ട് ആ രംഗത്തും നല്ല മുന്നേറ്റം കുറിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഞങ്ങളുടെ പഞ്ചായത്തിൽ ഹരിത ടൗണായി തന്നെ പ്രഖ്യാപിക്കാനും തിരുവാലി ഗ്രാമപഞ്ചായത്തിനായി എന്നുള്ളത് തന്നെയാണ്. പൊതുവിദ്യാഭ്യാസ രംഗത്ത് മികച്ച റിസൾട്ട് ഉണ്ടാക്കിയെടുക്കുന്നതിന് കഴിഞ്ഞിട്ടുണ്ട്. തുടർച്ചയായി 100% വിജയം ഞങ്ങളുടെ വിദ്യാലയത്തിന് SLCക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ റോഡിന്റെ വികസന പ്രവർത്തനങ്ങളെല്ലാം തന്നെ എത്രത്തോളം നവീകരിക്കാനായിട്ടുണ്ട്? ഗ്രാമീണ റോഡുകളെല്ലാം തന്നെ എത്രത്തോളം പൂർത്തീകരിക്കാൻ പഞ്ചായത്തിനായിട്ടുണ്ട്? നിലവിലുള്ള പശ്ചാത്തല റോഡ് വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 80% നിലവിലുള്ള റോഡുകൾ പൂർണ്ണമായും യാത്രായോഗ്യമാക്കി ഏറ്റവും മെച്ചപ്പെട്ട റോഡുകളാക്കി മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള 20% റോഡുകൾ ഈ വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 100% റോഡുകളും സമ്പൂർണമായും മെച്ചപ്പെട്ട രീതിയിലേക്ക് കൊണ്ടുവരാൻ പശ്ചാത്തല സൗകര്യം ഏർപ്പെടുത്താൻ തിരുവാലി ഗ്രാമപഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് ഇന്ന് സംസ്ഥാനം നേരിടുന്ന വലിയൊരു പ്രതിസന്ധി എന്നുള്ളത് കുടിവെള്ള പ്രശ്നം തന്നെയാണ്. അത്തരത്തിൽ ഈ പഞ്ചായത്ത് കുടിവെള്ള പ്രശ്നങ്ങൾ ഏതെങ്കിലും തരത്തിൽ നേരിടുന്നുണ്ടോ? പൊതുജലാശയ സംരക്ഷണങ്ങളെല്ലാം തന്നെ ഏത് രീതിയിലാണ് നടപ്പിലാക്കി വരുന്നത്? സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതി നടപ്പിലാക്കിയ പഞ്ചായത്താണ് തിരുവാലി. ഏകദേശം 50 കോടിയിൽ പരം രൂപ ചെലവഴിച്ചുകൊണ്ട് ശുദ്ധീകരണശാലയും വിതരണ ടാങ്കും ഉൾപ്പെടെ എല്ലാ വീടുകളിലും കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ JJM ഉൾപ്പെടെയുള്ള പദ്ധതി കൊണ്ടുവന്നുകൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് പറയാനുള്ളത്. കുടിവെള്ള പ്രശ്നം നിലനിൽക്കാത്ത ഒരു പഞ്ചായത്താണ്. യാതൊരുവിധ പ്രശ്നവും ആ രംഗത്ത് ഇപ്പോഴില്ല. പിന്നോക്ക വിഭാഗത്തിൽപ്പെടുന്ന ജനങ്ങൾക്കായിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഏത് രീതിയിലാണ് പഞ്ചായത്തിൽ നടപ്പിലാക്കി വരുന്നത്? പിന്നോക്കം നിൽക്കുന്ന ആളുകളെ മുന്നോക്കം കൊണ്ടുവരുന്നത് ഭവന പദ്ധതികൾ ഉൾപ്പെടെ അതുപോലെ തന്നെ തൊഴിൽ ഉൾപ്പെടെയുള്ള രംഗത്ത് നമുക്കറിയാം ഈ പഞ്ചായത്തിൽ ഒട്ടേറെ തൊഴിൽ സംരംഭങ്ങൾ നേരത്തെ ഉണ്ട്. അന്തർദേശീയ നിലവാരത്തിലുള്ള പോപ്പീസ് ഉൾപ്പെടെയുള്ള കുഞ്ഞുടുപ്പ് ശാലകൾ അതിന് ചുവട് പിടിച്ചുകൊണ്ട് ഒട്ടേറെ തൊഴിൽ സംരംഭങ്ങളുള്ള പഞ്ചായത്താണ്. ഒരാൾ പോലും തൊഴിലില്ലാതെ വീട്ടിലിരിക്കേണ്ട സ്ഥിതിയില്ല. തൊഴിലുറപ്പിന് പോകാത്ത ആളുകൾക്ക് ഇത്തരത്തിലുള്ള തൊഴിൽ ശാലകളിൽ തൊഴിൽ ഉണ്ട്. തൊഴിലിനു വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു കുടുംബവും ഈ പഞ്ചായത്തിൽ ഇല്ല എന്ന് തന്നെ പറയാം. അഭ്യസ്തവിദ്യരുടെ തൊഴിൽ പ്രശ്നം പരിഹരിക്കുന്നതിന് ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്ന വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള സർവേയും DWMS രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളും നടത്തിക്കൊണ്ട് ആ രംഗത്തു കൂടി ഒരു കുതിച്ചുചാട്ടം നടത്തണമെന്നാണ് തിരുവാലി ഗ്രാമപഞ്ചായത്ത് ആഗ്രഹിക്കുന്നത്. തീർച്ചയായും അത്തരത്തിലുള്ള മികച്ച പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ ചോദിക്കാനുള്ളത് ഈ കുടുംബശ്രീ തൊഴിൽ സംരംഭം തുടങ്ങിയിട്ടുള്ള പ്രവർത്തനങ്ങളെയെല്ലാം തന്നെ എങ്ങനെയാണ് ഏകോപിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്? പ്രത്യേകിച്ച് സ്ത്രീ ശാക്തീകരണം എങ്ങനെയാണ് പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്? പഞ്ചായത്തിൽ 296 അയൽക്കൂട്ടങ്ങളുണ്ട്. 16 വാർഡുകളിലായി ഇത്തരത്തിലുള്ള തൊഴിൽ സംരംഭങ്ങൾ യോജിച്ചു കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നല്ല ഉത്തരവാദിത്തത്തോടുകൂടി ഈ കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നതിന് പര്യാപ്തമായ കുടുംബശ്രീ പ്രവർത്തകരാണ് പഞ്ചായത്തിലുള്ളത്. അതിന്റെ മോണിറ്ററിംഗ് പഞ്ചായത്ത് ഇടയ്ക്കിടയ്ക്ക് നടത്താറുണ്ട്. മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, നമുക്കറിയാം കോഴിക്കോട് ജില്ലയിൽ നിപ രോഗം പിടിപെട്ട സാഹചര്യത്തിൽ 20-ലധികം ആളുകളാണ് മരണപ്പെട്ടത്. ഞങ്ങളുടെ പഞ്ചായത്തിൽ നിപ രോഗം ബാധിച്ച് ഒരാൾ മരണപ്പെടുകയുണ്ടായി. ആരോഗ്യ പ്രവർത്തകരുടെയും നല്ലവരായ നാട്ടുകാരുടെയും നസീമമായ പ്രവർത്തനം കൊണ്ട് ആ രോഗിയിൽ തന്നെ ആ രോഗം അവസാനിക്കുന്ന രീതിയിലുള്ള ഇടപെടലുകൾ നടത്തി മറ്റൊരാൾക്ക് പോലും ജീവൻ നഷ്ടപ്പെടാത്ത രീതിയിൽ വളരെ മികച്ച പ്രവർത്തനമാണ് ഈ മേഖലയിൽ ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകൾ നടത്തിയിട്ടുള്ളത്. തീർച്ചയായും നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ സംസ്ഥാനം ഇന്ന് നേരിടുന്ന പ്രധാന ഒരു പ്രശ്നം തന്നെയാണ് ഈ ലഹരി. പ്രധാനമായിട്ടും ഈ ചെറുപ്പക്കാരിലടക്കം തന്നെ കുട്ടികളിലടക്കം തന്നെ വലിയ രീതിയിലുള്ള ലഹരി ഉപയോഗങ്ങൾ നമ്മൾ ഇന്ന് കാണുന്നുണ്ട്. അത്തരത്തിൽ ലഹരി വിരുദ്ധ പദ്ധതികൾ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഏത് രീതിയിലാണ് പഞ്ചായത്ത് നടപ്പിലാക്കുന്നത്?
ലഹരിക്കെതിരെയുള്ള പോരാട്ടം വിദ്യാലയങ്ങളിൽ നിന്നും തുടങ്ങണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിച്ചത്. അതിന്റെ ഭാഗമായി എല്ലാ വിദ്യാലയങ്ങളും ലഹരി വിമുക്ത വിദ്യാലയങ്ങളായി പ്രഖ്യാപിക്കാൻ, അതിന്റെ മുന്നോടിയായുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ IEC ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ട് ഞങ്ങളുടെ എല്ലാ വിദ്യാലയങ്ങളും ലഹരി വിമുക്ത വിദ്യാലയങ്ങളായി പ്രഖ്യാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ യുവാക്കളിൽ ഈ ലഹരിയുടെ ആസക്തി കുറച്ചു കൊണ്ടുവരുന്നതിന് ഉൾപ്പെടെയുള്ള ബോധവൽക്കരണ പരിപാടികൾ നടത്തി ഈ രംഗത്ത് നല്ല മെച്ചപ്പെട്ട പ്രവർത്തനം നടത്താൻ ഞങ്ങളുടെ പഞ്ചായത്തിന് കഴിയുന്നുണ്ട്. തീർച്ചയായും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഈ പച്ചക്കറികൾ എല്ലാം തന്നെ നൽകിക്കൊണ്ട്, പച്ചക്കറി വിത്തുകളാണെങ്കിൽ തന്നെ അത്തരത്തിലുള്ള കാർഷിക മേഖലയെ പരിപോഷിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. സമഗ്ര പച്ചക്കറി കൃഷി പദ്ധതിയുടെ ആദ്യഘട്ടം തന്നെ പച്ചക്കറി തൈകളെല്ലാം തന്നെ നൽകിക്കൊണ്ടായിരുന്നു അല്ലേ? സമഗ്ര പച്ചക്കറി കൃഷി പദ്ധതി മെയ് മാസം 15 ആരംഭിക്കണമെന്നാണ് സർക്കാർ നിർദ്ദേശിച്ചിട്ടുള്ളത്. വരാനിരിക്കുന്ന നാളുകളിൽ എല്ലാ വീടുകളിലും അവരവർക്ക് ആവശ്യമായിട്ടുള്ള ജൈവ പച്ചക്കറികൾ ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പച്ചക്കറി തൈകൾ വിതരണ ഉദ്ഘാടനം 15-ാം തീയതി തന്നെ ഈ പഞ്ചായത്തിൽ ആരംഭിച്ചു കഴിഞ്ഞു. തുടർ നാളുകളിൽ എല്ലാ വീടുകളിലും JLG ഉൾപ്പെടെയുള്ള ഗ്രൂപ്പുകളിലും ഇത്തരത്തിലുള്ള പച്ചക്കറി തൈകൾ നൽകിക്കൊണ്ട് അതിന്റെ ഫോളോ അപ്പ് നടത്തി അതിനാവശ്യമായിട്ടുള്ള സഹായ സഹകരണങ്ങൾ നൽകിക്കൊണ്ട് കൃഷി വകുപ്പും പഞ്ചായത്തും തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുന്ന സ്ഥിതിയുണ്ട്. ഇത് ഒരു മെച്ചപ്പെട്ട പ്രവർത്തനം ഞങ്ങളുടെ മേഖലയിൽ നടത്താൻ കഴിയും. അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കാതെ അവരവർക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികൾ സ്വന്തം പഞ്ചായത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതിനുള്ള തീരുമാനങ്ങളുമായി പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. തീർച്ചയായും ഭാവിയിലേക്ക് എന്തൊക്കെ പദ്ധതികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്? ഭാവിയിൽ നമുക്ക് രോഗങ്ങളെ സംബന്ധിച്ച് പകർച്ചവ്യാധിയേതര രോഗങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യം നിലനിൽക്കുകയാണ്. നേരത്തെ നമ്മൾ പകർച്ചവ്യാധി രോഗങ്ങളെയാണ് ഭയപ്പെട്ടിരുന്നതെങ്കിൽ പകർച്ചവ്യാധിയേതര രോഗങ്ങൾ നമ്മുടെ ഭക്ഷണശീലം കൊണ്ടും ഒക്കെ ഉയർന്നു വരുന്നു. ഇത്തരത്തിൽ ഉയർന്നു വരുന്ന പകർച്ചവ്യാധിയേതര രോഗങ്ങളെ തടയുന്നതിന് വ്യായാമം ഉൾപ്പെടെയുള്ള പദ്ധതികൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട്, നടപ്പാതകൾ ഉൾപ്പെടെ നിർമ്മിച്ചുകൊണ്ട്, അതുപോലെ തന്നെ വ്യായാമ കേന്ദ്രങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഉൾപ്പെടെ ഈ മേഖലയിലേക്ക് ആളുകളെ എത്തിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ആതുരത കുറച്ചു കൊണ്ടുവരണം എന്നാണ് ആഗ്രഹിക്കുന്നത്. വയോജന സൗഹൃദ പഞ്ചായത്ത് എന്ന രീതിയിൽ തിരുവാലി ഗ്രാമപഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ എടുത്തു പറയേണ്ടതാണ്. അത്തരത്തിൽ ഈ വയോജനങ്ങളെ എല്ലാം തന്നെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് പഞ്ചായത്തിൽ ആവിഷ്കരിക്കുന്നത്? കഴിഞ്ഞ വാർഷിക പദ്ധതിയിൽ തിരുവാലി പഞ്ചായത്തിലെ 29 അംഗനവാടികൾ കേന്ദ്രീകരിച്ച് വയോജന ക്ലബ്ബുകൾ രൂപീകരിച്ചിട്ടുണ്ട്. അത്തരത്തിൽ രൂപീകരിക്കപ്പെട്ട വയോജന ക്ലബ്ബുകളുടെ സംഗമങ്ങൾ മാസത്തിലൊരിക്കൽ നടത്തി അവരുടെ മാനസിക പ്രയാസങ്ങൾ പരിഹരിക്കുന്നതിന് ഉതകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിവരുന്നു. 2025-26 വാർഷിക പദ്ധതിയിൽ 5 ലക്ഷം രൂപ മാറ്റിവെച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ക്ലബ്ബുകളിലെ വയോജനങ്ങളെ മാനസിക ഉല്ലാസത്തിന് ഉതകുന്ന തരത്തിലുള്ള വിനോദയാത്രകൾ സംഘടിപ്പിക്കുന്നതിനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് ആ മേഖലയിൽ ഒരു നല്ല ഇടപെടൽ നടത്തണം എന്ന് ഗ്രാമപഞ്ചായത്ത് ആഗ്രഹിക്കുകയാണ്. ഇത്തരത്തിലുള്ള നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. കാർഷിക മേഖലയ്ക്കും ആരോഗ്യ മേഖലയ്ക്കും അടക്കം തന്നെ സമഗ്രമായ വികസനമാണ് പഞ്ചായത്ത് ഉറപ്പ് നൽകുന്നത്. അതോടൊപ്പം തന്നെ ഈ പഞ്ചായത്തിലെ നമ്മൾ മാലിന്യ സംസ്കരണ രംഗവുമായി പറയുമ്പോൾ പ്രത്യേകിച്ചും ഈ ഹരിത കർമ്മ സേനാംഗങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ എടുത്തു പറയേണ്ടതാണ്. ഒപ്പം തന്നെ MCFകളും ബയോബിനുകളും എല്ലാം തന്നെ സ്ഥാപിച്ചുകൊണ്ടും നൽകിക്കൊണ്ടുമുള്ള പ്രവർത്തനങ്ങളെ എങ്ങനെയാണ് പഞ്ചായത്ത് ഏകോപിപ്പിക്കുന്നത്? 5 വർഷം മുൻപ് ആരംഭിച്ച അജൈവ മാലിന്യ സംസ്കരണ പരിപാടിയിൽ 21 ഹരിതകർമ്മ സേനാംഗങ്ങൾ നിസ്സീമമായ പ്രവർത്തനം നടത്തി വരുന്നുണ്ട്. മാസത്തിലൊരിക്കൽ എല്ലാ വീടുകളിലും എത്തിക്കൊണ്ട് അജൈവ മാലിന്യങ്ങൾ ശേഖരിച്ച് MCF എത്തിച്ച് തരംതിരിച്ച് കയറ്റി അയക്കുന്നു. 100% വാതിൽപ്പടി ശേഖരണം നടക്കുന്നുണ്ട്. അങ്ങനെ ഉള്ളപ്പോഴും 100% യൂസർ ഫീ എന്ന ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ ഞങ്ങൾ കഴിയാതെ പോകുന്നുണ്ട്. 50-ലധികം വരുന്ന നഗറുകളുള്ള ഒരു പഞ്ചായത്താണ്. ഇത്തരം നഗറുകളിൽ നിന്ന് ഉൾപ്പെടെ എല്ലാ മാസവും യൂസർ ഫീ ലഭിക്കുന്ന സ്ഥിതി ഇല്ലാത്തത് കൊണ്ട് ആ രംഗത്ത് അല്പം പുറകിലാണെങ്കിലും എല്ലാ വീടുകളിൽ നിന്നും യൂസർ ഫീ ലഭിച്ചില്ലെങ്കിൽ പോലും എല്ലാ വീടുകളിൽ നിന്നും മാലിന്യങ്ങൾ ശേഖരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അജൈവ മാലിന്യ സംസ്കരണ രംഗത്ത് ബയോ ബിന്നുകൾ നൽകിക്കൊണ്ട് അതോടൊപ്പം തന്നെ ഹോട്ടൽ വേസ്റ്റുകൾ ഉൾപ്പെടെയുള്ളവ നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് ഈ 2023-24 വാർഷിക പദ്ധതിയിൽ 6 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട്
തുമ്പൂർമൊഴി മോഡൽ ജൈവ സംസ്കരണ യൂണിറ്റിന്റെ ഉദ്ഘാടനം ഇപ്പോൾ ഏകദാനം ദിവസങ്ങൾക്ക് മുൻപ് നടന്നു കഴിഞ്ഞു. അതുകൂടി വരുന്നതോടുകൂടി അതോടൊപ്പം തന്നെ ഈ കമ്പോസ്റ്റ് പിറ്റുകൾ നൽകിക്കൊണ്ടും അതുപോലെ തന്നെ മലിനജല നിർഗമന കുഴികൾ നൽകിക്കൊണ്ടും ഉള്ള പദ്ധതികളുടെ ഭാഗമായിട്ട് നടപ്പിലാക്കി വരുന്നുണ്ട്. തൊഴിൽ വകുപ്പിന്റെ സഹായത്തോടു കൂടിയ ഉൾപ്പെടെയുള്ള ഈ പദ്ധതികൾ മെച്ചപ്പെട്ട രീതിയിൽ നടത്തിക്കൊണ്ട് 100% സമ്പൂർണ്ണ മാലിന്യ മുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ച പദ്ധതി നിലനിർത്തുന്നതിന് ആവശ്യമായിട്ടുള്ള തുടർ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ആരോഗ്യ വകുപ്പിന്റെ ഭാഗമായിട്ട് ഒരു ഹെൽത്ത് ഇൻസ്പെക്ടറെ താൽക്കാലികമായി നിയമിച്ചുകൊണ്ട് അതിന്റെ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം നൽകുന്നുണ്ട്. ഫോളോ അപ്പ് ഉൾപ്പെടെയുള്ള പരിപാടികൾ നടക്കുന്നുണ്ട്. എൻഫോഴ്സ്മെന്റ് ഉൾപ്പെടെ നടപടികൾ ഉൾപ്പെടെ നടത്തിക്കൊണ്ട് ഈ രംഗത്ത് ഒരു സ്ഥിരത നിലനിർത്തുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. തീർച്ചയായും. ഒപ്പം തന്നെ ഈ തെരുവുനായ ശല്യം പഞ്ചായത്ത് നേരിടുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളി തന്നെയാണ്. അതോടൊപ്പം തന്നെ മറ്റേതെങ്കിലും തരത്തിലുള്ള വെല്ലുവിളി പഞ്ചായത്ത് നേരിടുന്നുണ്ടോ? പഞ്ചായത്ത് നേരിടുന്ന വെല്ലുവിളി ഞാൻ സൂചിപ്പിച്ചു. തെരുവുനായ ശല്യത്തോടൊപ്പം തന്നെയാണ് കാർഷിക വിളകൾക്കും മനുഷ്യജീവനും നാശം വിതയ്ക്കുന്ന കാട്ടുപന്നികളുടെ ഇടപെടൽ. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സർക്കാർ ഇടക്കാലത്ത് ഇറങ്ങിയിട്ടുള്ള ഉത്തരവ് പ്രകാരം കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലുന്നതിനുള്ള ഒരു കൃഷി നശിപ്പിക്കുന്ന കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലുന്നതിനുള്ള ഒരു ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട്. എന്നാൽ പട്ടികൾ, ഈ ഇത്തരത്തിലുള്ള തെരുവ് പട്ടികൾ, അക്രമകാരികളായ തെരുവ് പട്ടികളെ നേരിടുന്നതിനോ കൊല്ലുന്നതിനോ ഉള്ള സംവിധാനം ഇന്നില്ല. അതിനെ വന്ധ്യീകരണ പ്രക്രിയയിലൂടെ ABC സെന്ററുകളിൽ എത്തിച്ച് വന്ധ്യീകരണം നടത്തി ഉൽപാദന ശേഷി കുറച്ച് എണ്ണത്തിൽ കുറവ് വരുത്തുക എന്നാണ് നിലവിലുള്ള സംവിധാനം. ഈ സംവിധാനം നടത്തുന്നത് ജില്ലയിൽ തന്നെ ഒരു ABC സെന്റർ ഇല്ല. അതുകൊണ്ടാണ് നിലവിലുള്ള തെരുവ് പട്ടികളെ പ്രതിരോധ കുത്തിവയ്പ്പ് നൽകിക്കൊണ്ട് വിഷബാധയ്ക്കെതിരെ പ്രതിരോധ കുത്തിവയ്പ്പ് നൽകിക്കൊണ്ടുള്ള പദ്ധതി ഞങ്ങൾ ആവിഷ്കരിച്ചത്. ആ പദ്ധതി തുടർന്നു കൊണ്ടുപോകണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ABC പദ്ധതിക്ക് സ്ഥലം അനുവദിച്ച് കിട്ടുന്ന മുറയ്ക്ക് അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. തിരുവാലി ഗ്രാമപഞ്ചായത്തിന്റെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. രമൻകുട്ടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വയോജനങ്ങൾക്കായിട്ടുള്ള പദ്ധതികളെല്ലാം തന്നെ വലിയ മികച്ച രീതിയിൽ തന്നെയാണ് പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. അതോടൊപ്പം തന്നെ ഭിന്നശേഷിക്കാർക്കായിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഏത് രീതിയിലാണ് ഏകോപിപ്പിക്കുന്നത്? അവർക്കായിട്ടുള്ള സഹായ ഉപകരണങ്ങളെല്ലാം തന്നെ നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ എത്തരത്തിലാണ് പഞ്ചായത്തിൽ നടപ്പിലാക്കുന്നത്? ഭിന്നശേഷിക്കാർക്ക് മുച്ചക്ര വാഹനങ്ങൾ 2 വർഷം മുമ്പ് പദ്ധതി വെച്ചുകൊണ്ട് നടപ്പിലാക്കാൻ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇത്തരം ആളുകൾക്ക് സ്കോളർഷിപ്പുകൾ, പഠിക്കുന്നതിനുള്ള സ്കോളർഷിപ്പിന് മതിയായ തുക, എത്രയാണോ ആവശ്യം മതിയായ തുക പഠിക്കുന്ന കുട്ടികൾക്ക് സ്കോളർഷിപ്പിന് വേണ്ടി വയ്ക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ നടുവത്ത് കേന്ദ്രമായി പ്രവർത്തിക്കുന്നു. സ്വന്തമായി കെട്ടിടമുള്ള ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററാണ്. നിലവിലുള്ള ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ മുകളിലേക്ക് 2024-25 വാർഷിക പദ്ധതിയിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. അവിടെ അവരുടെ അമ്മമാർക്ക് തൊഴിൽ പരിശീലിപ്പിക്കുന്നതിനും തൊഴിൽ ചെയ്യുന്നതിനും ആവശ്യമായിട്ടുള്ള സംരംഭങ്ങൾ ആരംഭിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ സ്കൂളുകൾ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾ എല്ലാം തന്നെ ഏത് രീതിയിലാണ്? ഈ വിദ്യാർത്ഥികളെ എല്ലാം തന്നെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ എത്തരത്തിലാണ് പഞ്ചായത്ത് നടപ്പിലാക്കുന്നത്? അംഗനവാടികൾ കേന്ദ്രീകരിച്ചും ഈ സ്മാർട്ട് അംഗനവാടികളാക്കാനുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഏത് രീതിയിലേക്കാണ് പഞ്ചായത്ത് നടപ്പിലാക്കുന്നത്? സ്കൂളുകൾ 2 ഗവൺമെന്റ് LP സ്കൂളുകളും 1 ഹൈസ്കൂളും അതോടൊപ്പം തന്നെ 3 എയ്ഡഡ് സ്കൂളുകളും 6ഓളം വരുന്ന പ്രൈവറ്റ് വിദ്യാലയങ്ങളും ഉൾപ്പെടെ 12ഓളം വിദ്യാലയങ്ങളാണ് നമ്മുടെ പഞ്ചായത്തുകൾ. ഈ എല്ലാ സ്കൂളുകൾക്കും ആവശ്യമായിട്ടുള്ള കളി ഉപകരണങ്ങൾ, കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള പഠനോപകരണങ്ങൾ, ബെഞ്ച്, ഡെസ്ക് ഉൾപ്പെടെയുള്ള, അതോടൊപ്പം തന്നെ അവരുടെ കെട്ടിട ഭൗതിക സാഹചര്യം മെച്ചപ്പെടുന്നതിന് ആവശ്യമായിട്ടുള്ള പദ്ധതികൾ എല്ലാം തന്നെ പദ്ധതിയിൽ ഉൾപ്പെടുത്താറുണ്ട്. അവരാവശ്യപ്പെടുന്ന എന്താണോ അതോടൊപ്പം തന്നെ നമ്മൾ കണ്ടറിഞ്ഞ് അവർക്ക് ആവശ്യമായിട്ടുള്ള പാചകപ്പുര ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് മെച്ചപ്പെട്ട രീതിയിൽ നമ്മുടെ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നത് ഗ്രാമപഞ്ചായത്ത് മുൻഗണന നൽകുന്നുണ്ട്. തീർച്ചയായും വിദ്യാഭ്യാസ രംഗത്തും
മികച്ച രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് എല്ലാ പഞ്ചായത്തിലും ഒരു കളിസ്ഥലം എന്നുള്ളത് ഒരു സ്വപ്ന പദ്ധതി തന്നെയാണ്. അത്തരത്തിൽ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഈ കുട്ടികൾക്കായിട്ടുള്ള കളിസ്ഥലത്തിന്റെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഏത് രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്? പഞ്ചായത്തിൽ 4 വരുന്ന പഞ്ചായത്ത് ആസ്തിയിൽ ഉൾപ്പെട്ട കളിസ്ഥലങ്ങളുണ്ട്. ആ കളിസ്ഥലങ്ങൾ കൃത്യമായിട്ടും മെച്ചപ്പെട്ട രീതിയിലാക്കി മാറ്റുന്നതിന് ആവശ്യമായി സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട്. പഞ്ചായത്തിൽ ഒരു കളിസ്ഥലം എന്ന രീതിയിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് പദ്ധതികളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല. നിലവിലുള്ള ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അത്തരത്തിൽ പദ്ധതികൾ ഏറ്റെടുക്കാൻ കഴിയാതെ വരുന്നത് ലൈഫ് പാർപ്പിട പദ്ധതി ഉൾപ്പെടെയുള്ള പദ്ധതികൾക്ക് മുന്തിയ പരിഗണന നൽകിക്കൊണ്ട് വീടെന്ന ഒരു സാധാരണക്കാരന്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കുക എന്നത് ആണ്. അപ്പോൾ നിലവിലുള്ള കളിസ്ഥലങ്ങൾ പരമാവധി ഉപയോഗിക്കുന്നതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ എല്ലാവിധ സഹായവും ചെയ്തുകൊള്ളുന്നു. ഒപ്പം തന്നെ ഈ പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളിൽ തന്നെ എടുത്തു പറയേണ്ട നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ലൈഫ് ഭവന പദ്ധതിയിലായാലും തന്നെ കൂടുതൽ വീടുകൾ നൽകാൻ പഞ്ചായത്തിനായിട്ടുണ്ട്. കുടിവെള്ളം എല്ലാ ജനങ്ങൾക്കും സമ്പൂർണ്ണ കുടിവെള്ളം എത്തിക്കാനുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെയാണ് പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത്. ഗതാഗതവും അതോടൊപ്പം തന്നെ ഈ റോഡുകളുടെ കാര്യം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എത്രത്തോളം വഴിവിളക്കുകളെല്ലാം തന്നെ സ്ഥാപിക്കാൻ പഞ്ചായത്തിന് ആയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ക്യാമറകളെല്ലാം സ്ഥാപിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ പഞ്ചായത്തിൽ നടപ്പിലാക്കുന്നുണ്ടോ? ഞങ്ങളുടെ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം ഏകദേശം 50 ലക്ഷത്തോളം രൂപ സ്ട്രീറ്റ് മെയിൻ സ്ഥാപിക്കുന്നതിന് വേണ്ടി ചെലവഴിച്ചിട്ടുണ്ട്. അപ്രകാരം സ്ട്രീറ്റ് മെയിൻ സ്ഥാപിച്ച 2023-24 വരെ സ്ഥാപിച്ച എല്ലാ സ്ട്രീറ്റ് മെയിൻ ഉള്ള സ്ഥലങ്ങളിലും തെരുവ് വിളക്കുകൾ വെക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ വാർഷിക പദ്ധതിയിൽ 19,50,000 രൂപ തെരുവിളക്കുകൾ വയ്ക്കുന്നതിനായുള്ള സ്ട്രീറ്റ് മെയിൻ വലിക്കാൻ മാറ്റിവെച്ചിട്ടുണ്ട്. ആ മാറ്റിവെച്ച മുഴുവൻ ലൈനുകളിലും ഈ വർഷം ബൾബുകൾ പ്രകാശിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പദ്ധതി നടപ്പിലാക്കും. ആ രംഗത്ത് നല്ല മുന്നേറ്റം ഉണ്ടാക്കാൻ ഇടവലി ഗ്രാമപഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ ടൂറിസത്തിന് അനന്തമായിട്ടുള്ള ഒരു സാധ്യതയുള്ള പഞ്ചായത്താണോ? അങ്ങനെയാണെങ്കിൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ എങ്ങനെയാണ് പഞ്ചായത്തിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്? തിരുവാലി പഞ്ചായത്തിൽ കൂറ്റമ്പാറ ഒരു സാഹസിക ടൂറിസം ആരംഭിക്കുന്നതിന് അനുയോജ്യമായ സ്ഥലമുണ്ട്. സർക്കാരിലേക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നീക്കിയിട്ടുണ്ട്. വിശദമായ DPR തയ്യാറാക്കി നൽകുന്നതിന് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. കോട്ടാല തോടിന് സമീപം ചെറിയ കുട്ടികൾക്ക് ഉള്ള ഒരു കളി പാർക്കിന്റെ പ്രാഥമിക പ്രവർത്തനം 8 ലക്ഷം രൂപ വെച്ചുകൊണ്ട് ഈ വാർഷിക പദ്ധതിയിൽ നടപ്പിലാക്കും. സംസ്ഥാനം ഇനി അഭിമുഖീകരിക്കേണ്ടത് ഒരു മഴക്കാലത്തെയാണ്. ഈ മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾക്കെല്ലാം തന്നെ പഞ്ചായത്ത് തുടക്കം കുറിച്ചിട്ടുണ്ടോ? മഴക്കാല പ്രതിരോധ പ്രവർത്തനത്തിന്റെ ഭാഗമായി എല്ലാ വാർഡ് സാനിറ്റേഷൻ കമ്മിറ്റികളും ഈ മെയ് മാസത്തിൽ യോഗം ചേർന്നുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് മഴക്കാല ആരംഭത്തിന് മുമ്പായി എവിടെയെങ്കിലും രോഗ പകർച്ചാ സാധ്യതയുള്ള കണ്ടെയ്നറുകൾ ഉൾപ്പെടെയുള്ള ഉണ്ടെങ്കിൽ നീക്കം ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ മഴവെള്ളം കെട്ടിക്കിടക്കാൻ സാധ്യതയുള്ള പ്രദേശങ്ങൾ നികത്തുന്നതുൾപ്പെടെയുള്ള പകർച്ചവ്യാധി രോഗ പ്രതിരോധ പ്രവർത്തന രംഗത്ത് എല്ലാ വാർഡ് സാനിറ്റേഷൻ കമ്മിറ്റികൾക്കും ആവശ്യമായ പണം പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും നൽകാൻ പഞ്ചായത്ത് സന്നദ്ധമാണ്. അക്കാര്യങ്ങൾ അറിയിച്ച് അതിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. പരിരക്ഷാ രോഗപ്രതിരോധ രംഗത്ത് മികവുറ്റ പ്രവർത്തനമാണ് നടക്കുന്നത്. ഗൃഹസന്ദർശനം, രോഗികളെ വീട്ടിൽ പോയി കണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള സമാശ്വാസ പ്രവർത്തനങ്ങൾ, ചികിത്സ ഉൾപ്പെടെ നടത്താൻ പഞ്ചായത്ത് മതിയായ തുക വകയിരുത്തുന്നു. പാലിയേറ്റീവ് പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഏത് രീതിയിലാണ് പഞ്ചായത്ത് ഏകോപിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? പാലിയേറ്റീവ് സംവിധാനം ഞാൻ സൂചിപ്പിച്ചു. പഞ്ചായത്ത് സർക്കാർ പദ്ധതിയുടെ ഭാഗമായി പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ വഴി നടപ്പിലാക്കുന്ന പരിരക്ഷാ പദ്ധതിയും അതോടൊപ്പം തന്നെ സമാന്തരമായി പാലിയേറ്റീവ് പദ്ധതി പൊതുജന സഹായത്തോടുകൂടി നടക്കുന്ന പാലിയേറ്റീവ് സംവിധാനം വളരെ മെച്ചപ്പെട്ട പ്രവർത്തനം നടത്തുന്നുണ്ട്. 3-4 വാഹനങ്ങൾ ഇവരെ വീട്ടിൽ പോകുന്നതിനും കാണുന്നതിനും ഉള്ള പദ്ധതികളുണ്ട്. ആയുർവേദ മെഡിക്കൽ ഡോക്ടറുടെ നേതൃത്വത്തിലുള്ള ടീം ഉൾപ്പെടെ വീടുകളിൽ പോയി ഈ രോഗികൾക്ക് ആവശ്യമായിട്ടുള്ള ചികിത്സ നിർദ്ദേശിച്ച് അവർക്ക് സമാശ്വാസം നൽകി പോരുന്ന സ്ഥിതിയുണ്ട്.
ഈ കേരള സർക്കാരിന്റെ 2022-2023 ആരംഭിച്ച സംരംഭക വർഷം മലപ്പുറം ജില്ലയിൽ തന്നെ മികച്ച പ്രവർത്തനത്തിനുള്ള അവാർഡ് തിരുവാലി ഗ്രാമപഞ്ചായത്തിനാണ് ലഭിച്ചതെന്ന് പറയുന്നത്. എന്തൊക്കെ തരത്തിലുള്ള സംരംഭങ്ങളാണ് പഞ്ചായത്തിൽ നിന്നും ഉണ്ടാകുന്നത്? ഇതിനെ എങ്ങനെയാണ് നിങ്ങൾ ഏകോപിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ഏറ്റവും ടെക്സ്റ്റൈൽ രംഗത്തുള്ള സംരംഭങ്ങളാണ് കൂടുതലായിട്ടുള്ളത്. കുഞ്ഞുടുപ്പുകൾ മുതൽ മറ്റേ യൂണിഫോമുകൾ വരെയുള്ള ഉൾപ്പെടെയുള്ള ഇത്തരത്തിലുള്ള സംരംഭങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ പ്രൈവറ്റ് ഫേമുകളിൽ ജ്യൂസ് ഉൾപ്പെടെയുള്ള ഫ്രഷ് ജ്യൂസ് ഉൾപ്പെടെയുള്ള സംരംഭങ്ങൾ, ഇതിനെ ഒട്ടേറെ വിവിധങ്ങളായിട്ടുള്ള സംരംഭങ്ങൾ നമ്മുടെ പഞ്ചായത്തിൽ ആരംഭിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിന് കുടുംബശ്രീയുടെ നല്ല നിശ്ചയമായ സഹകരണം ഉണ്ടായിട്ടുണ്ട്. അവരുടെയൊക്കെ എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഏറ്റവും കൂടുതൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനും ഏറ്റവും കൂടുതൽ പേർക്ക് തൊഴിൽ നൽകുന്നതിനും ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുള്ളത്. തീർച്ചയായും സമഗ്ര വികസനം മുൻകണ്ടുകൊണ്ടാണ് പഞ്ചായത്തിലെ വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മലപ്പുറം ജില്ലയിലെ തിരുവാലി പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമൻകുട്ടിയാണ് പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളെല്ലാം തന്നെ നമ്മളോട് പങ്കുവച്ചത്. നേട്ടങ്ങളെല്ലാം തന്നെ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. ഇത്തരത്തിൽ ഇനിയും പഞ്ചായത്തിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടപ്പിലാക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. നന്ദി ശ്രീ രാമൻകുട്ടി. ഓക്കെ, താങ്ക് യു. ഇന്ത്യ പഞ്ചായത്തിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. കൂടുതൽ പഞ്ചായത്തിന്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.